വിഷയങ്ങൾക്കും നമുക്ക് വാഗ്ദാനമുണ്ട്. ഇപ്പോൾ ഉറ്റവർ മരിച്ചാൽ, ഉടയവർ പിരിഞ്ഞു പോയാൽ, നീ വിധവയായാൽ, അല്ലെങ്കിൽ നീ സിംഗിളായിപ്പോയാൽ, എല്ലാത്തിനും കറസ്പോണ്ടിങ് വാഗ്ദാനമുണ്ട്. നിന്നെ നിലനിർത്താൻ വേണ്ടി കറസ്പോണ്ടിങ് വാഗ്ദാനമുണ്ട്. അതുകൊണ്ടാണ് നീ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയണത്. ആ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ജോഷുവയെ ശക്തിപ്പെടുത്തിയ, നമ്മുടെ പിതാക്കന്മാരെ ശക്തിപ്പെടുത്തിയ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അവകാശമായി തന്നിരിക്കുകയാണ്. അത് ശക്തിപ്പെടുത്താൻ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടെങ്കിലും ആ വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്ക് അനപേക്ഷണീയമായ യോജിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ അവകാശികളായി മാറുകയാണ്. ആ അവകാശം ഗ്യാരണ്ടി ചെയ്യണം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ SLC പാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? താഴെ എഴുതിയിട്ടുണ്ട്. SLC ബുക്ക് പാസ് എന്ന് എഴുതിയിട്ടില്ലേ? താഴെ എഴുതിയിരിക്കണത് എന്താണ്? നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് ക്വാളിഫൈഡ് ആണെന്നാണ്. എന്നിട്ട് എത്ര ശതമാനം പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടി? അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അതായത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പാസ്സെന്ന് പറഞ്ഞ് ഗവൺമെൻറ് കൺട്രോളർ എക്സാമിന് നമുക്ക് ഒപ്പിട്ട് തരുന്നുണ്ട്. പക്ഷേ ഒപ്പിട്ട് തന്നാലും നമുക്ക് സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം? ഇവിടെ മത്സരമാണ്. നമ്മളെക്കാൾ കേമന്മാർ കയറിപ്പോകും. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യണ കേമത്വത്തിലല്ല, കർത്താവിൻ്റെ കൃപയിലാണ്. ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങുന്നും പറഞ്ഞ് മൈഗ്രേഷൻ്റെ എല്ലാ പേപ്പറുകളും കിട്ടും. യൂണിവേഴ്സിറ്റിയിൽ 5-10 ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, 5-6 ടേബിളിലായിരിക്കും പേപ്പറെല്ലാം, അല്ലേ? സൂപ്രണ്ട് തൊട്ട് പിയൂൺ വരെ ഡയറക്ടർ വരെ ഇങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി പലയിടത്തും. അപ്പോഴേ നമുക്കറിയാം ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ അതിന് ടൈം എടുക്കും. അതിൻ്റെ മുറ പോലെ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത ടേബിളിലുള്ള ആളായിരിക്കും ഒപ്പിട്ട് തരേണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാകത്തില്ല, ചിലപ്പോൾ അങ്ങനെ ലീവിലായിരിക്കും, അതിന് പകരം ആളെ വെച്ച് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? ടീച്ചർ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചേച്ചി പറയുകയാണ്, എല്ലാ പേപ്പറും കൊണ്ട് ഈശോയെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാവൂ. തന്നെയല്ല, ജയിച്ച സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം. അത് കർത്താവ് തരുമെന്നുള്ളത് ഇവിടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അതാണ് രസം. ഇതിനകത്ത് എൻ്റെ പ്രോബ്ലം എന്ന് പറയണത് ഈ ഉടമ്പടിയിലെ പ്രസൻസ് ഒരു പ്രോബ്ലമാണ് എപ്പോഴും. അതെപ്പോഴും നിങ്ങൾ എൻ്റെ മക്കൾ വളരെ ശ്രദ്ധിക്കണം. വേറെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത വളരെ ക്ലിയർ കട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു പ്രോമിസാണ് ദ പ്രസൻസ്. അതായത് കൃത്യമായിട്ട് ഐ വിൽ കം വിത്ത് യു. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ഞാൻ പറയും. കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിലാണ് ഇത് വർക്ക് ചെയ്യണത്. അതായത് 33:14 ജോഷുവ 1:9, പുറപ്പാട് 33:14, ജോഷുവ 1:9 എന്താ പറയണത്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. എവിടെ പോയി? യൂണിവേഴ്സിറ്റിയിലല്ല, ഏത് സ്റ്റേബിളിൽ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ബൈ പേഴ്സൺ ഉണ്ടാകും. എന്നിട്ട് ടീച്ചർ ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമ്പോഴേ ജയിക്കുക മാത്രമല്ല 30 മാർക്ക് കൂടുതലാണ്. അച്ഛൻ എന്താ ഹൈലൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വന്നൊരു വഴി കണ്ടില്ലേ? ഇല്ലേ? ഇവരുടെ അമ്മയുടെ മരണത്തോടു കൂടി ഇവർ ഡൗൺ -0 നിന്ന് ഇവർ പതുക്കെ ഓരോരോ കാര്യങ്ങൾക്ക് പതുക്കെ അതിനിടയ്ക്ക് ഓരോ അനുഗ്രഹത്തിന് മുമ്പും ഒരു ടെൻഷൻ ഉണ്ടാവും. അതെങ്ങനെയാണ്? എപ്പോഴും അങ്ങനെയാണ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദൈവികമായ എല്ലാ ഇടപെടലിന് മുമ്പും നമ്മൾ ഭയങ്കര സംഘർഷത്തിലൂടെയായിരിക്കും. ഇപ്പോൾ ഞാൻ പണ്ട് പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു. ഇപ്പോൾ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ പോകുന്ന ചില ധ്യാനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് ആ ധ്യാന സ്ഥലം വരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു ഞാനാണ് ലോകം മാറ്റാത്ത ഒരാളാണ്. അതിപ്പോൾ അമ്പിളിയൊക്കെ വിട്ടിട്ടുണ്ട്. അമ്പിളിയുടെയൊക്കെ 12 ടവലൊക്കെയാണ്. അമ്പിളി പണ്ട് പോലെ എൻ്റെ കൂടെ ഉള്ളതാണ്, 10-30 കൊല്ലം മുമ്പുള്ളതാണ്. അപ്പോൾ അന്ന് ഞാനിവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ ചതിച്ച് ബന്ദ് ദിവസമാണ്. എറണാകുളം വരെ ചതിച്ച്, പക്ഷെ അന്ന് ബന്ദ് ദിവസമാണ്. കാരണം ഒരു ദിവസം നാരങ്ങ വെള്ളം പോലും കിട്ടത്തില്ല. ഞങ്ങളുടെ വണ്ടിയിലുള്ള വെള്ളം കൊണ്ടൊക്കെ മുഖം തീർന്ന് കുടിച്ച് മുഖം കഴിയും തീർന്ന് ഓരോരുത്തരായിട്ട് അവസാനം എൻ്റെ ടവല് തീർന്ന് വഴിയെ അവിടെ കിട്ടിയവരുടെ ടവലൊക്കെ വാങ്ങിച്ച് മുഖം തുടച്ച് അവിടെ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ഡെഡ് ബോഡിയായിട്ടിരിക്കുകയാണ്. എന്താ കാര്യം? അപ്പോഴുടനെ ഞാൻ അവിടെ ചെന്ന് പറയണ്ടേ, എത്ര ദിവസം മുമ്പ് ഒരുക്കണ ധ്യാനമാണ് അവർ. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ധ്യാനം ഇവരെന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളവിടെ ചെന്ന്. പക്ഷേ നമ്മളീ പൊക്കിയെടുത്തിട്ട് വരത്തില്ല, ആംബുലൻസിൽ നിന്ന് കൊണ്ടുവരത്തില്ലേ, എടുത്തുകൊണ്ട് പറഞ്ഞ പോലെ എന്നെ കൊണ്ടില്ലണത്. പിന്നെ ഞാൻ ഒരു മുറി പോയി കിടന്ന്. പക്ഷേ ഈ സമയമൊക്കെ എല്ലാം ഞങ്ങൾ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതാണ് ട്രയൽ, ടൈം ഓഫ് ട്രയലാണത്. ആ സമയത്തെല്ലാം ഞാനും കൂടെയുള്ളവരും ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും.
ഛർദിൽ നിന്ന് എനിക്കാണ് ഭയങ്കര ചുരുക്കമുള്ള ആളാണ്. വണ്ടി കയറി അപ്പം തന്നെ കുടുങ്ങി അപ്പം ഛർദിക്കും. ഇപ്പോഴൊക്കെ അല്പം കൺട്രോളാണെന്നേ ഉള്ളൂ. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ധ്യാനത്തിന് ചെല്ലുമ്പോൾ ആവതില്ല, നമുക്ക് ശബ്ദം പുറത്ത് വരണ്ടേ. അപ്പോൾ എന്താ നടക്കണം? ഒന്നും നടക്കത്തില്ല. പക്ഷെ ഒന്നും നടക്കാത്തപ്പോൾ ഒരു കാര്യം നടക്കണം മക്കളെ, പ്രാർത്ഥന നടക്കണം. നിങ്ങൾ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ഞാൻ വന്നൊരു വഴിയാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഞാൻ പറഞ്ഞു എന്നെ ഒന്നും കിടത്തി എവിടെയും കിടത്താൻ പറഞ്ഞു കൊണ്ടുപോയി. അപ്പോൾ എന്നെ കൊണ്ടുപോയി ഒരു കട്ടിലിട്ട് കിടത്തി. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. തളർന്നു പോയിട്ടാണ് ഉറങ്ങിപ്പോയത്. അപ്പോൾ കഴിച്ചതെല്ലാം ഛർദ്ദിച്ച് പോയില്ല. പിന്നെ ശരീരത്തിൻ്റെ ഡീഹൈഡ്രേഷനുമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി, പക്ഷേ ഈ ചേച്ചിമാരെല്ലാം കൂടി ഓടി ആൾത്താരെ കയറി. ആ പലക്കെ ചെല്ലാനും പള്ളി അന്ന് ഇവിടെ അങ്ങനെ എറണാകുളം ചുറ്റി തോപ്പടി ചുറ്റി വരണം എറണാകുളത്തേക്ക് ചെല്ലാനത്തേക്ക്. ചേച്ചിമാരെല്ലാം കൂടി ഇട്ടിച്ചു തല്ലേ ആൾത്താരെ കയറിയിട്ട് സക്രാരിയെ കിടന്ന് കർത്താവെ അച്ഛന് ശക്തി കൊടുക്കണമെന്ന്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആൾത്താരിൽ അങ്ങനെ ആരും കയറത്തില്ലല്ലോ. പക്ഷേ ആ സിറ്റുവേഷൻ അതാ. ധ്യാനത്തിൽ 4000 പേരെ വരും. അപ്പം തന്നെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഫില്ലായി, അവിടെ ഗ്രൗണ്ട് ഫില്ലായി. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ ഞാനിത് അല്പം ഒന്ന് ഓക്കെയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേജിലിട്ട് വരാതെ പതുക്കെ വന്ന് സ്റ്റേജിൽ നിന്ന് ഇവർ സ്തുതിക്കണ സമയത്ത് സ്റ്റേജിൽ നിൽക്കണവർക്കുണ്ട്. നിന്ന് പെട്ടെന്ന് കർത്താവ് ഒരു ദർശനം തരും. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേജിൻ്റെ പടിഞ്ഞാറ് നിൽക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അയാളുടെ വൈഫ് തിരിച്ചു വരും, സ്വീകരിക്കാൻ കർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. 4000 പേരല്ലേ ഉള്ളത്. അന്ന് ഇട്ടിപ്പെട്ട മെസ്സേജും അതുപോലെ അഭിഷേകവും നടന്നൊരു ദിവസമാണ്. എനിക്ക് പിന്നെയാണ് പിന്നെ സാമാരെ അവിടുന്ന് ധ്യാനമെല്ലാം കഴിഞ്ഞ് രാത്രി പോകുന്ന വേറെ ഇടവകയിൽ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ടെത്തി പറഞ്ഞു അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ എന്നെ അറിയോ? ഞാൻ അറിയത്തില്ല, ആദ്യം കാണുകയാണ്. അച്ഛനാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങളെ രക്ഷിച്ചാ? എന്താ പുള്ളി പറയണമെന്നറിയാമോ? പുള്ളിക്കാരൻ ഗൾഫിൽ പോയി ജോലി ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി വൈഫിന് കൊടുത്തു. വൈഫ് ആ കാശ് പുള്ളിക്കാരത്തിയുടെ സംബന്ധക്കാരന് കൊടുത്തു. 12 കൊല്ലമായിട്ടേ പോരെ, ഒരു കൊല്ലമല്ലേ. ഇയാൾ 12 കൊല്ലത്തെ ജോലിയും കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ഒരു വീടൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്? വൈഫ് കാശ് വൈഫിൻ്റെ കയ്യിലില്ല. ഇവർ തമ്മിൽ ചോദിച്ചു. അയാളെ ഈ വൈദ്യം ഇച്ഛിച്ചതും രോഗി ഇച്ഛിച്ചതും പോലെ വൈദ്യം കൽപ്പിച്ചതും പോലെന്ന് പറഞ്ഞ് 2 അടി കിട്ടുക എന്നുള്ളതായിരുന്നു അവരുദ്ദേശിച്ചത്. ആ അടി അവർ മേടിച്ച് അവരപ്പം തന്നെ സൂട്ട് കേസും കൊണ്ടത് പോവുകയും ചെയ്തു. അവർ പോയി, അവരെ പിന്നെ കണ്ടില്ല. അവർ ആ മറ്റേ ഇയാളുടെ പൈസ എല്ലാം എടുത്ത് മറ്റവനെ കൊടുത്തായിരുന്നല്ല, അവൻ്റെ ഇവിടെ ഒളിച്ചോടി. അപ്പോൾ ഇതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇയാളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇവൻ്റെ അമ്മയെടുത്ത് വന്ന് പറയും അമ്മേ അവളെ കാണാനില്ല, കാശും കാണാനില്ലെന്ന് പറയും. അപ്പോൾ ഇവിടെ മരപ്പെട്ടി നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യനെ കിട്ടിയപ്പോൾ അമ്മയെ ഉപേക്ഷിച്ചൊരു കക്ഷിയാണ്. ചിലക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റുക. ഭാര്യനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയെ ഉപേക്ഷിക്കും. ഡൈവേഴ്സ് അവിടെയാണ് ആദ്യം സംഭവിക്കുന്നത്. പിന്നെ അതായത് ആദ്യം ഡൈവേഴ്സ് സംഭവിക്കണം മാതാപിതാക്കന്മാരോട് ഡൈവേഴ്സാണല്ലോ ആദ്യം സംഭവിക്കുന്നത്. മണ്ടത്തകളൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. ആരുമായിട്ടും ഡൈവേഴ്സ് ചെയ്യണത് കർത്താവിന് ഇഷ്ടമില്ല. ഇപ്പോൾ ഡൈവേഴ്സ് എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരെന്ത് ആണെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറയുമ്പോൾ തന്നെ ഡൈവേഴ്സ് ചെയ്യുന്നില്ല എൻ്റെ അടുത്ത മാതാപിതാക്കന്മാരെ. അപ്പോൾ ഇയാളുടെ സങ്കടം കാരണം ഇയാൾ വന്ന് പെങ്ങളോട് പറയണം. പെങ്ങളോട് പറയുമ്പോൾ പെങ്ങളും പണിയാണ്. ഇവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ചുറ്റിക്കളി കൂടുതലാണെന്ന്. പെങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ചുറ്റിക്കളി കൂടുതലാണെന്ന്. എന്നിട്ട് ആ പൊട്ടൻ ശുദ്ധഗതിക്കാരൻ ഉള്ള കാശെല്ലാം അവർക്ക് കൊടുത്ത്. ഇപ്പോൾ പെങ്ങളെന്താ പറയണത്? നീ പോയി കെട്ടിത്തൂങ്ങളാന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഭാര്യയും പോയി, അമ്മയും പോയി, പെങ്ങളും പോയില്ലേ. ഈ മനുഷ്യൻ കെട്ടിത്തൂങ്ങാൻ വേണ്ടി അരൂര് പോയി കായലിൽ ചടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. എവിടെ? ഈ എറണാകുളത്തെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനും ഛർദിലും കൂടി അടിച്ചതിലിരണത്. എന്നെ ഇവർ പിടിച്ചിറക്കുകയല്ലേ. പിടിച്ചിറക്കുമ്പോൾ പുള്ളിക്കാരൻ പറയണത്, ഇപ്പോൾ ഞാൻ അവശനായിട്ട് കക്ഷത്ത് കൈയിട്ടാണല്ലോ ബസ്സിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത്. ഇറങ്ങുമ്പോൾ അയാൾ പറയണത് അയാളെ ഞാൻ നോക്കിയെന്നാണ്. ആരെ നോക്കാം? എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് അയാൾ പറയണതേ ഒരു മിന്നൽ പായണ പോലെ തോന്നി വെച്ചാ. ഞാൻ പിന്നെ ഓടി. വണ്ടി 6:30 വരണത്. ഒരു വണ്ടി ബന്ധു തീരണ 6 മണിക്കാണ്. 6:30 വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് അരൂർ പോയി ചടാൻ പോകുകയാണ് കായലിൽ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ധ്യാനത്തിൽ കൂടാവുന്ന. അങ്ങനെ ആ പാവപ്പെട്ടവൻ ആ പെട്ടെന്നുള്ളൊരു ഇതിൽ പോയി ധ്യാനത്ത് നിന്നപ്പോഴാണ് അവൻ്റെ പേര് പറയണത്. ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്.
അവൻ ആത്മഹത്യ ചെയ്യരുതെന്ന് കർത്താവ് പറയണം. അവൻ്റെ വൈഫ് തിരിച്ചു വരും, അവളെ സ്വീകരിക്കാൻ ഈശോ പറയണം. ഈ പറയണ സമയത്ത് തന്നെ ഈ മനുഷ്യനെ വേറെ അന്യപുരുഷൻ്റെ കൂടെ പോയ വൈഫിനെ സ്വീകരിക്കാനുള്ള അഭിഷേകം കർത്താവ് കൊടുത്തു. ഇത് അഭിഷേകമാണ്. നമുക്ക് കർത്താവ് ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു 1000 പ്രാവശ്യം ഇവിടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. നമ്മൾ അത്രയ്ക്ക് വലുതാണ്. നിൻ്റെ വൈഫ് പോയാലും, നിൻ്റെ ജീവിത പങ്കാളി പോയാലും, നിൻ്റെ കുഞ്ഞുങ്ങൾ പോയാലും കർത്താവിന് സ്വന്തമായിട്ട് ആരോ പോയ പോലെ തോന്നും. നിൻ്റെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കും. ഈ 4000 പേരുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ മാത്രം ട്രേസ് ഔട്ട് ചെയ്യും. ദാറ്റ് ഈസ് നിൻ്റെ ദൈവം. അതാണ്. കൈയിടിച്ച് കർത്താവ് ഇതുപോലെ 2 ആഴ്ച കർത്താവ് പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. ആ മനുഷ്യൻ കർത്താവ് പറഞ്ഞ പോലെ അവളെ സ്വീകരിച്ചു. സന്തോഷത്തോടെ ജീവിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരണത്. എല്ലാ മുറിവുകളും ആ ഒറ്റ ധ്യാനത്തിൽ കർത്താവ് വൈപ്പ് ഔട്ട് ചെയ്യണം, ഒരു കൗൺസിലും ഇല്ലാതെ. എൻ്റെ ദൈവവേദനയിലെ നിനക്ക് എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ ഉറ്റവലിൽ നിന്ന് ഉടവലിൽ നിന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എല്ലാം അഭിഷേകം ചെയ്യാനും അതിനെല്ലാം അതിജീവിക്കാനും നിന്നെ നിലനിർത്താനും പോകുന്നവനാണ് നിന്റെ ദൈവം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെയും എൻ്റെ ജീവിതത്തെയും അതിൻ്റെ എല്ലാ ഭാരങ്ങളോടും കൂടി, എല്ലാ കഴിവുകളോടും കൂടി, എല്ലാ സങ്കടങ്ങളോടും കൂടി ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. നമുക്ക് ഉടമ്പടിയിൽ ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ട്. സഭയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ ഉള്ളത് ഉടമ്പടിയിലാണ്. അത് നമ്മളുടെ പ്രത്യേക കണ്ടുപിടുത്തമല്ല. ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റ് ദൈവം വെളിപ്പെടുത്തിയ കാലം മുതലേ ഈ നേർച്ച വസ്തുക്കൾ അതിൻ്റെ കൂടെയുള്ളതാണ്, എണ്ണയും ഉപ്പും ഒക്കെ. പക്ഷേ പ്രയോഗത്തിലാണ് കുഴപ്പം വരണത്. പ്രയോഗത്തിലാണ് കുഴപ്പം വരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി. ഒരു സഹോദരൻ്റെ പറമ്പ് വിറ്റ് മാറുന്നില്ല. അത് വിറ്റ് മാറാതെ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ മാറത്തില്ല. അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഉടമ്പടി എടുക്കണേ എപ്പോഴാണ്? ജീവിതം ഇനി മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എപ്പോഴാണ് പട്ടാളക്കാർ തോക്ക് താഴെ വെച്ച് കൈ ഉയർത്തുന്നത്? എപ്പോഴാണ്? തോറ്റു എന്ന് പറയുമ്പോഴാണ്, അല്ലേ? തോറ്റവനാരും പിടിച്ചു കൊല്ലത്തില്ല. അതുപോലെ ഉടമ്പടി എന്ന് പറയുന്നത് അവസാന സമർപ്പണമാണ്. ഇനി എൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകത്തില്ല ദൈവമേ, ഇനി നിൻ്റെ കഴിവ് എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറക്കി തരണം. അതിനു വേണ്ടിയാണ് ദൈവം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഉടമ്പടി. മനുഷ്യന് എപ്പോഴെങ്കിലും ബലഹീനമാകുമ്പോൾ, അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ, അവൻ്റെ ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ, അവൻ്റെ സ്വാധീനങ്ങളും ചുറ്റവട്ടങ്ങളും കൊണ്ട് അവന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, ദൈവം അവൻ്റെ ജീവിതത്തിലെ ഒരു ഉഭയകക്ഷിയാകും. അങ്ങനെ ദൈവത്തെ കക്ഷി ചേർക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കാൻ ഉടമ്പടി അല്ലാതെ വേറെ ഒരു ഫോർമുലയും നിലവിലില്ല. കൃപാസനത്തിലെ ഉടമ്പടി മരിയൻ ഉടമ്പടിയാണ്. അതായത് ബിബ്ലിക്കൽ കവനൻ്റെ കോൺസെപ്റ്റ് ഉള്ളിൽ മറിയത്തെ അതിൻ്റെ മീഡിയേറ്ററായിട്ട് വെക്കും. കാരണം ബിബ്ലിക്കൽ കവനൻ്റെ ഒരു പരാധീനത എന്ന് പറയുന്നത് ദൈവത്തിരുസന്നിധിയിൽ ആ കവനൻറ്റിന് എന്തെങ്കിലും ഉഭയകക്ഷികൾ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഈടറവുണ്ടായാൽ അവന് വേണ്ടി ദൈവതിരുസന്നിധിയിൽ അപ്പീസ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ ഏജൻ്റില്ല. അതാണ് എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്കൊക്കെ പറ്റിയ അബദ്ധങ്ങൾ. അബദ്ധമാണെന്ന് പറയണില്ല, ദൈവത്തിൻ്റെ പരിപാലനയാണ്. പക്ഷേ എങ്കിലും ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. എബ്രഹാത്തിന് മക്കൾ ഇല്ലാത്ത കാര്യം, ഇപ്പോൾ എബ്രഹാത്തിനെപ്പോലെ എത്രയോ മനുഷ്യരാണ് അൽത്താരയിൽ വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറയണത്. 20 കൊല്ലം
എബ്രഹാത്തിന് 25 കൊല്ലം കഴിഞ്ഞാണ്. ഇപ്പം കൃപാസനത്തിൻ്റെ അൾത്താറയിൽ 23 കൊല്ലം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടി വഴി ഇന്ന് വരെയുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഉടമ്പടി കാലത്ത് എബ്രഹാത്തിൻ്റെ കയ്യിൽ നിന്ന് മാനുഷികമായ മിസ്റ്റേക്കുകൾ സംഭവിച്ചു. ദൈവപരിപാലനയിൽ ഇല്ലാത്ത, ഉടമ്പടി ഇല്ലാത്ത ഹാഗറുമായി വേലക്കാര്യമായി അദ്ദേഹം ഇടപെടുകയും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഇസ്മായേൽ ജനിക്കുകയും ചെയ്തു. അതുപോലെ ഉടമ്പടിയിൽ വരുന്ന വിഷയം, ആ ഉടമ്പടിയിൽ ആരെങ്കിലും ഒരു മധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഉടമ്പടി നമ്മുടെ മരീൻ ഉടമ്പടിയിൽ ആരാ മധ്യസ്ഥ? അമ്മയാണ്. അമ്മയെ മാധ്യസ്ഥമാക്കുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ടൈം കണ്ടൻറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. എല്ലാത്തിൻ്റെ അകത്തും ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ താത്വികമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ടൈം ബേസ്ഡാണ്, സമയബന്ധിതമാണ്. ഈ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ, ഇപ്പോൾ ഇപ്പോഴത്തെ ഇൻടേക്കിന് ഈ ജനുവരി വരാൻ പോകുന്ന ജൂണിലെ ഇൻടേക്കിന് നിങ്ങൾ കയറിയില്ല എങ്കിൽ അടുത്ത കൊല്ലം പിന്നെ കയറാൻ പറ്റത്തുള്ളൂ. ഈ സെപ്റ്റംബറിൽ കയറില്ലെങ്കിൽ അടുത്ത സെപ്റ്റംബറിലേക്ക് പിന്നെ വരത്തുള്ളൂ. അപ്പോൾ ടൈം ബൗണ്ടഡാണ് നമ്മുടെ ലൈഫ് എല്ലാം. ഇനി നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 കുഞ്ഞുങ്ങൾ എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞതാണ്, ഇന്നലെ പറഞ്ഞതാണ്. എന്താ പ്രശ്നം വെച്ചാൽ അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും അവർക്കൊരു സമാധാനം ഇല്ല. എന്താ പറയണത്? അച്ഛാ ദൈവം മാത്രമേ ഉള്ളൂ കേട്ടാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ സിലബസ് മാറിപ്പോയിരിക്കുകയാണ്, പരീക്ഷ മാറിയ സിലബസിലാണ് എഴുതാൻ പോണത്. സങ്കടമാണ് ഭയങ്കര. കാര്യം അവർ 4 പ്രാവശ്യം എഴുതി തോറ്റു, 5ാമത്തെ പ്രാവശ്യം എഴുതാൻ ചെന്നപ്പോൾ സിലബസ് മാറിപ്പോയി. ഇനി എന്താ സിലബസ് മാറിയുള്ള അവസ്ഥ എന്താ? ഇവരുടെ തന്നെ സിലബസിൽ അവർ ജയിച്ചില്ല, പിന്നെ എന്താ? ഇനി ഇവർ പഠിക്കാത്ത സിലബസ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് മെറിറ്റില്ല. ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന, നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഭൂഗോളം മുഴുവനല്ല, നമ്മുടെ ഭൂമി, നമ്മുടെ ജീവിതവും അതിൻ്റെ പരിസരവും, അതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവും നമ്മുടെ പരിസരവും, അതിനാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇതിന് ബൈബിൾ പറയണ മെരിറ്റ് എന്നാണ് പറയുന്നത്, യോഗ്യത. ഈ നമ്മുടെ ഭൂമി, അവിടെ നമ്മുടെ ജീവിതം സർവൈവ് ചെയ്യാൻ ആവശ്യമായ യോഗ്യതകളെ ആണ് മെരിറ്റെന്ന് പറയുന്നത്, യോഗ്യത. ഈ യോഗ്യത എപ്പോഴും, ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സിസ്റ്ററിൻ്റെ സാക്ഷ്യം ഉണ്ടായി. സിസ്റ്ററിൻ്റെ ഭൂമി എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും, ഉരുണ്ടുകൊണ്ടേയിരിക്കും, കുലുങ്ങിക്കൊണ്ടേയിരിക്കും. ഭൂമി കുലുങ്ങിയുള്ള അവസ്ഥ എന്താ? നാം വീണ് പോകും. കെട്ടിടങ്ങളൊക്കെ വീണ് കണ്ടില്ലേ? ഭൂമി കുലുങ്ങുമ്പോൾ കെട്ടിടങ്ങൾ, മരങ്ങളൊക്കെ വീഴും, കെട്ടിടങ്ങൾ വീഴും, ചിലത് നേരെ താഴേക്ക് പോകും ഭൂമി. അപ്പം ഈ ഭൂമിക്കുള്ള കുഴപ്പം ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ഭൂമിയെ കുലുക്കും, അങ്ങനെ വചനമുണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഹഗ്ഗായി 2:6-7 തിരുവചനങ്ങൾ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യും. ഭൂമി കുലുങ്ങുക 2 തരത്തിലാണ്. ഒന്ന് ദൈവം കുലുക്കും, പിന്നെ നമ്മൾ തന്നെ കയ്യിരിപ്പ് കൊണ്ട് കുലുക്കും. നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ കുലുങ്ങും. നമ്മൾ പഠിക്കണ കാലത്ത് നമ്മൾ ഉഴപ്പുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ കുളമാകും, അല്ലേ? വെള്ളം അടിച്ച് നോൻപിന് പോലും വെള്ളം അടിക്കുന്ന പാർട്ടിയുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുടലും പോവും, കരലും പോവും. നമ്മൾ തന്നെ കുലുക്കും. ഇനി ദൈവം നമ്മളെ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി, ദൈവത്തിൻ്റെ അവകാശമാക്കാൻ വേണ്ടി, ഭൂമി എന്നുള്ള വലിയ അവകാശത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെ കണ്ടെത്തത്തില്ല. അവൻ്റെ കഴിവ്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ബുദ്ധി, അവൻ്റെ കോൺഫിഡൻസ്, അർപ്പിത് എന്നും പറഞ്ഞ് ഇന്നലെ ഒരു മോൻ സാക്ഷ്യം പറഞ്ഞു, തോമ്പടിയിൽ നിന്ന്. ആ പറഞ്ഞ് എനിക്ക് ഓവർ കോൺഫിഡൻസാണ്. ജനിച്ച കാലം മുതൽ എൻ്റെ അവസ്ഥ അതാണ്. ജനിച്ച കാലം മുതൽ എനിക്ക് ഓവർ കോൺഫിഡൻസാണ്. കാര്യം നല്ല മാതാപിതാക്കന്മാരിൽ നിന്നും, പിന്നെ കുഞ്ഞുങ്ങളെ ശാസിക്കാതെ വളർത്തിയാലും, കുഞ്ഞുങ്ങളെ ചെയ്യുന്നതെല്ലാം ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് എനർജി കൊടുത്ത് വളർത്തിയാൽ പിള്ളേർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും.
അവർക്ക് എന്തും ചെയ്യാൻ പറ്റും, എല്ലാം അവിടെ കൈപ്പിടിയിലാണെന്നുള്ള ബോധ്യം വരും. അവർ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ അടികൊണ്ടും അപ്പനെന്ന് കേട്ടാൽ പേടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. കുഞ്ഞുനാളിലെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നു. എൻ്റെ ഭൂമി കുഞ്ഞുനാളിൽ ദൈവം ഒത്തിരി പ്രാവശ്യം കുലുക്കിയിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയെ കയറി പിടിക്കും, അല്ലെങ്കിൽ ഈശ്വരനെ കയറി പിടിക്കും. അങ്ങനെ പിടിച്ച് ഇവിടെ വരെ എത്തിയത്. എപ്പോഴും നമുക്ക് പിടിക്കാൻ നമുക്ക് ആരുടെ ആവശ്യമില്ല. സ്വത്തുണ്ട്, ആരോഗ്യമുണ്ട്, ധനമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതെല്ലാം ഒരു ട്രാജഡിയാണ്. നിൻ്റെ സെറ്റപ്പുകളാണ് ദൈവം കുലുക്കണത്. അതാണ് ഞാൻ ആകാശത്തെ കുലുക്കും, ഭൂമിയെ കുലുക്കും. കാര്യം ഈ ഭൂമി വെച്ചല്ലേ ഭൂമിയെ കുലുക്കാൻ പറ്റത്തുള്ളൂ. കുലുക്കില്ല എന്നുള്ള പ്രശ്നം. ഒരു കാലത്തുനിന്ന് ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല. അർപ്പിതിൻ്റെ പ്രശ്നം എന്താണ്? അർപ്പിതിങ്ങനെ വളരെ പോസ്റ്റ് സ്ട്രോക്ക് കിട്ടി പോകുകയാണ്. അപ്പോൾ അർപ്പിതിൻ്റെ ഒരു പ്രാവശ്യം 100 ആപ്ലിക്കേഷൻ വിട്ടൊരു കമ്പനിയിലേക്ക്. അവരുടെ ജോലി ആദ്യമേ പോകും. അർപ്പിതിൻ്റെ ജോലി ആദ്യമേ പോകും. 10-22 വയസ്സുള്ളപ്പോൾ തന്നെ ജോലി കിട്ടി. ആ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തെ ജോലി പോയി. ഭൂമിയെ കുലുക്കി, അവൻ്റെ ആകാശം കുലുങ്ങി, അവൻ്റെ കടൽ ഇളകി. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കടലിളകുമ്പോൾ അവന് ഉപയോഗ കുരുങ്ങുമ്പോൾ അവനോട് അവൻ്റെ ഒരു ഫ്രണ്ട് പറയും, ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും. അപ്പോൾ അവൻ പറയും, നോ, എനിക്കുള്ള കോൺസെപ്റ്റ് വ്യത്യാസമുണ്ടെന്ന് പറയും. ഞാൻ ഉടമ്പടി, എൻ്റെ കോൺസെപ്റ്റ് എന്താണ്? നമ്മളിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ എഴുതിയിട്ട് ഒരു പെട്ടിക്കൊണ്ട് ഇട്ട് എങ്ങനെയാണ് ദൈവം വർക്ക്? ദൈവം ഒരു പവറല്ലേ? ദൈവം ഒരു പവറാകുമ്പോൾ ഈ പവറിനോട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയണത്? അപ്പോൾ ആളുടെ വിശ്വാസമുണ്ട്, കോൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. ആളിന് വിശ്വാസമുണ്ട്, പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്, ദൈവം ഒരു പവറല്ലേ? അപ്പോൾ ഈ പവറിനോട് നമ്മളെങ്ങനെയാണ് പേഴ്സണൽ കാര്യങ്ങൾ പറയണത്? അപ്പോൾ അതുകൊണ്ട് അത് സിങ്ക് ആകണില്ല. അതുകൊണ്ട് ഉടമ്പടി എടുക്കത്തില്ല. എങ്കിൽ ഇവിടെയൊക്കെ വന്നൊക്കെ തിരിഞ്ഞ് വായിട്ടൊക്കെ നോക്കി പോകുമ്പോഴേ അപ്പോൾ ഉടമ്പടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താ പ്രശ്നം? ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതായത് നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായ വെളിപാടുകൾ വേണം. അത് വചനമാണ് നമുക്ക് നൽകണത്. ദൈവം പവർ മാത്രമല്ല, പിന്നെന്താണ്? പേഴ്സൺ കൂടിയാണ്. അതാണ് വിഷയം.